നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. മികച്ച ഒരു ദീപാവലിയാണ് ഈ വർഷം മാർക്കറ്റിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ നവംബർ മാസത്തിൽ വളരെയധികം IPOകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 4 IPOകൾ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള DCX ലിമിറ്റഡ് എന്ന കമ്പനി, അതുകൂടാതെ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നരേഷ് ട്രഹാൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ്, പിന്നെ ബികാജി ഫുഡ് ഇന്റർനാഷണൽ എന്ന ഈ കമ്പനി, കൂടാതെ ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്നുള്ള ഒരു കമ്പനി. ഈ 4 കമ്പനികളാണ് ഇതുവരെ മെയിൻ ബോർഡ് IPOകളായിട്ട് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ 4 കമ്പനികളും കൂടി ചേർന്ന് ഏകദേശം 4500 കോടി രൂപയാണ് ഈ ആഴ്ച മാത്രം മാർക്കറ്റിൽ നിന്ന് സ്വരൂപിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ മാർക്കറ്റിൽ ഇത്രയും മികച്ച 4 കമ്പനികൾ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ കൺഫ്യൂഷനിലായിരിക്കും ഏത് അപ്ലൈ ചെയ്യണം എന്നല്ല, അല്ലേ? അപ്പോൾ ഈ മാർക്കറ്റിൽ ഇത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതനുസരിച്ചായിരിക്കും ഇനിയുള്ള മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഈ ആഴ്ച ഈ ഇഷ്യൂകളെല്ലാം തന്നെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി ഒരു മൂന്നാമത്തെ ആഴ്ചയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ലിസ്റ്റിങ്ങും നവംബർ മാസത്തിൽ തന്നെ നടക്കും. അതിൻ്റെ ആ സെക്കൻഡറി മാർക്കറ്റിലെ പെർഫോമൻസ് ആയിരിക്കും മാർക്കറ്റിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 63 IPOകളാണ് മാർക്കറ്റിൽ എത്തിയത്. അത് മൊത്തമായിട്ട് 1.19 ലക്ഷം കോടി രൂപ കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ നിന്ന് സ്വരൂപിക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഈ വർഷം ഇതുവരെ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യപ്പെട്ടത് 44,085 കോടി രൂപയാണ്. അത് ഇനിയും ഉള്ള മാസങ്ങളിൽ വർദ്ധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉക്രൈൻ റഷ്യ സംഘർഷവും യൂറോപ്പിൽ നിലനിൽക്കുന്ന എനർജി ക്രൈസിസും അതുപോലെ തന്നെ ഈ സാമ്പത്തിക മാന്ദ്യത്വം സംഭവിക്കുമോ എന്നുള്ളൊരു ഭയവും എല്ലാം കാരണം ലോകത്ത് എമ്പാടുമുള്ള മാർക്കറ്റുകളിൽ വല്ലാത്ത ഒരു മാന്ദ്യം നിലനിൽക്കുന്ന അവസരത്തിലാണ് നമ്മളുടെ മാർക്കറ്റ് ഒരു മികച്ച നിലയിലേക്ക് ഉയരുന്നത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ സമയത്ത് മാർക്കറ്റ് നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും മികച്ച ലെവലിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഇൻഡെക്സുകളെല്ലാം തന്നെ, അതായത് ഡൗ ജോൺസ് ഇപ്പോൾ 13% താന്നു നിൽക്കുന്നു, നാസ്ഡാക്ക് 30%, ഹാൻസാങ് 27%, കോസ്പി 26%, ഫിലിപ്പൈൻസിലെ ഇൻഡെക്സ് 16%, തായ്വാൻ 25%, അതുപോലെ നിക്കി 14%, ടോക്കിയോ ടോപ്പിക്സ് 5%. താന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മളുടെ മാർക്കറ്റ് ഏകദേശം ഒരു 3%-3% 2 മുതൽ 3% ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട. ഏഷ്യൻ മാർക്കറ്റുകൾ എല്ലാം തന്നെ തകർന്നു കിടക്കുന്ന സമയത്ത് പോലും നമ്മളുടെ എക്കോണമിയുടെ കരുത്താണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓഹരി വിപണിയെ സംബന്ധിച്ച് നല്ല ഒരു ശുഭപ്രതീക്ഷ ആണ് ഉള്ളത്. അതുകൊണ്ട് ഒരു ഭാവിയിൽ മാർക്കറ്റ് വളരെയധികം മികച്ചു നിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബികാജി ഫുഡ്സ് ഇന്റർനാഷണലിന്റെ IPO വിശേഷങ്ങളിലേക്ക് വരാം. ബികാജിയെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ലോഗോ എല്ലാവർക്കും തന്നെ പരിചയമുള്ളതായിരിക്കും. മധുരപലഹാരങ്ങളുടെ, മധുരം മാത്രമല്ല ഉപ്പ്, എരിവ്, ഇത്തരത്തിലുള്ള 3 രുചികളിലുമുള്ള പലഹാരങ്ങളെല്ലാം പാക്കറ്റഡാക്കി വിൽക്കുന്ന ഒരു വലിയ കമ്പനിയാണ് ബിക്കാജി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ വലിയ മനുഷ്യൻ ഈ ചിത്രത്തിൽ കാണുന്ന അമിതാഭ് ബച്ചനാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. എന്തായാലും ഈ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ 3-ാം തീയതി ഓപ്പൺ ആവുന്നു. 7-ാം തീയതി വരെയാണിത് ഓപ്പൺ ആയിരിക്കുന്നത്. 881.22 കോടി രൂപയാണ്, 881.22 crores ആണ് കമ്പനി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മുഴുവനായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഒരു പുതിയ ഓഹരി പോലും മാർക്കറ്റിലേക്ക് എത്തുന്നില്ല. അതായത് ഈ ഇഷ്യൂ വഴി ലഭിക്കുന്ന ഒരു പൈസ പോലും കമ്പനിയിലേക്ക് വരുന്നില്ല. എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്ന ഓഹരികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അത് ഭയപ്പെടാനില്ല. ചെറിയൊരു ശതമാനം മാത്രമാണ് അവർ വിറ്റഴിക്കുന്നത്. ആ ചാൻസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുകയാണ് ഈ കമ്പനിയിൽ പങ്കാളികളാവാനായിട്ട്. അപ്പോൾ ഈ അവസരം
മുതലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനികളിൽ ഒന്നാണ് ഈ ബികാജി എന്ന് പറയുന്നത്. അവർ മാനുഫാക്ചർ ചെയ്യുന്നത് സ്നാക്സും സ്വീറ്റ്സും ഒക്കെയാണ്. പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് പറയാവുന്നത് ഈ ഭുജിയ എന്ന് പറഞ്ഞാൽ മിക്സർ പോലെ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, നമുക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെ ഉപ്പുള്ള പലഹാരങ്ങൾ, പാക്കറ്റഡ് സ്വീറ്റ്സ്, വെസ്റ്റേൺ സ്നാക്സ്, പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ്സ്, പിന്നെ പല റേഞ്ചിലുള്ള കുക്കീസ്, ഇതെല്ലാമാണ്. പ്രധാനമായിട്ടും രാജസ്ഥാനിലെ ബിക്കനീറിലാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത്. അപ്പോൾ ബിക്കനീറിൻ്റെ സ്വന്തം ബ്രാൻഡുകളായിട്ട് അറിയപ്പെടുന്നതാണ് ഇവരുടെ പല പ്രോഡക്ട്സും, രജിസ്ട്രേഡ് പ്രോഡക്ട്സ്. കമ്പനിയുടെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ബിക്കനീരി ഭുജിയയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതായത് 29,380 ടണ്ണാണ് ഈ ബിക്കനേരി ഭുജിയ അവർ വാർഷികമായിട്ട് നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല, ഹാൻഡ് മെയ്ഡ് പപ്പടം ഉണ്ടല്ലോ, കൈകൊണ്ട് നിർമ്മിക്കുന്ന പപ്പടം 9,000 ടണ്ണാണ് ഒരു വർഷം ഇവർ നിർമ്മിക്കുന്നത്. 9,000 ടൺ പപ്പടം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കമ്പനിയുടെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും. പിന്നെ ഇന്ത്യൻ സ്നാക്സ്, സ്വീറ്റ്സ് ഇതെല്ലാം ഇൻ്റർനാഷണലി മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഈ FMCG കമ്പനി. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ സ്വീറ്റ്സിൻ്റെയും സ്നാക്സിൻ്റെയും വിൽപ്പനയുടെ കാര്യത്തിൽ ലീഡർഷിപ്പ് ഈ കമ്പനിക്ക് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ ജൂൺ മാസം അവസാനിച്ച 6 മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 21ഓളം രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രോഡക്ട്സ് കയറ്റി അയക്കപ്പെട്ടിട്ടുണ്ട്. അതായത് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ പസഫിക് ഏരിയ, ഇങ്ങോട്ടെല്ലാം ഇത് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 6 സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ 6 ഫാക്ടറികളിലാണ് ഇവരുടെ മാനുഫാക്ചറിങ് നടക്കുന്നത്. അതിൽ 4ഉം ബിക്കനേറിൽ തന്നെയാണ്, രാജസ്ഥാനിൽ. പിന്നെ ഒന്ന് ആസാമിലെ ഗോഹാട്ടിയിൽ. പിന്നെ ഉള്ളത് കർണാടകയിലെ തുംകുരു എന്നറിയപ്പെടുന്ന സ്ഥലത്ത്. അവിടെ ഇതിൻ്റെ ഒരു സബ്സിഡിയറി വഴിയാണ്, അതായത് പെറ്റ്നട്ട് ഫുഡ് പ്രോസസ്സേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി കമ്പനി വഴിയാണ് സൗത്ത് ഇന്ത്യയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ആ ഒരു യൂണിറ്റിൽ നിന്നാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ശിവരത്തൻ അഗർവാളാണ്. ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹമാണ് ഈ കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടറും കമ്പനിയുടെ ചെയർമാനും. അതുകൂടാതെ ദീപക് അഗർവാൾ ഉണ്ട്. പിന്നെ ശിവരത്തൻ അഗർവാളിൻ്റെ ഫാമിലി ട്രസ്റ്റ് ഉണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. പിന്നെ ദീപക് അഗർവാളിൻ്റെയും ഫാമിലി ട്രസ്റ്റ് ഇതിൽ പ്രൊമോട്ടേഴ്സാണ്. ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഇവരുടെ കൈവശം, ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 77.97% ഓഹരികൾ ആണ് ഉള്ളത്. ഈ ഇഷ്യൂ പൂർണ്ണമായിട്ടും, അതായത് 881.22 crores ആണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സും ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുന്ന ഓഹരികളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് ഇതിൽ എത്രയാണ് വിറ്റഴിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ശിവരത്തൻ അഗർവാളും ദീപക് അഗർവാളും 25 ലക്ഷം ഓഹരികൾ വീതം വിറ്റഴിക്കുന്നുണ്ട്. ടോട്ടൽ ഇവർ വിറ്റഴിക്കുന്നത് 2.93 crores ആണ് എല്ലാവരും കൂടി ചേർന്ന്. ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സാണ് ബാക്കിയുള്ള അത്രയും ഓഹരികൾ വിറ്റഴിക്കുന്നത്. അതായത് ഇന്ത്യ 2020 മഹാരാജ ലിമിറ്റഡ് എന്നുള്ള ഒരു ഇൻവെസ്റ്റർ എൻറ്റൈറ്റി, അതുകൂടാതെ ഇൻറ്റൻസീവ് സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ഫണ്ട്, IIFL സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, പിന്നെ അവൻഡസ് ഫ്യൂച്ചർ ലീഡേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടും. ടോട്ടലാണ് 2.93 crores വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഇഷ്യൂ വഴി ലഭിക്കുന്ന പൈസ ഫുള്ളായിട്ടും അത് വിറ്റഴിക്കുന്ന ഓഹരി ഉടമകളുടെ കയ്യിലേക്കാണ് പോകുന്നത്, കമ്പനിയുടെ അക്കൗണ്ടിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ ആ അവസരത്തിൽ നമുക്ക് ഇതിൽ ഓഹരി ഉടമകളാവാനുള്ളൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് 2022 ധനകാര്യ വർഷത്തെ ഇതിൻ്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ EPS 3.15 PE 90.48, 95.24 എന്നിങ്ങനെയും, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 9.5%, NAV 32.83 പെർ ഷെയർ എന്നിങ്ങനെയാണ് കാണുന്നത്.
ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒന്ന് പരിശോധിക്കാം. 2019 മുതൽ 2021 വരെയുള്ള കണക്കുകളും അതുകൂടാതെ ഏറ്റവും പുതിയ അർദ്ധവാർഷിക കണക്ക് കൂടിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റവന്യൂ നോക്കൂ, 2019 901.4 കോടിയാണ്. അത് അടുത്ത വർഷമായപ്പോൾ 1074.6 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്ത വർഷം അതിലും വർദ്ധിച്ചിട്ട് 1310.7 കോടിയായിട്ട് വർദ്ധിച്ചു. പിന്നെ ഈ അർദ്ധവാർഷിക കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 771.7 കോടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലാഭം നോക്കുകയാണെങ്കിൽ 50.3 ആണ് 2019. അത് അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് 65.2 ആയിട്ട് വർദ്ധിച്ചു. പിന്നീട് 2021 ആയപ്പോഴത്തേക്ക് 81.5 ആയിട്ട് വർദ്ധിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ 6 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 41.7 ആണ് അതിൻ്റെ നെറ്റ് ഇൻകമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മാർജിൻ പെർസെൻറ്റേജ് നോക്കൂ, ലാഭത്തിൻ്റെ മാർജിൻ പെർസെൻറ്റ് 5.58 2019, 6.07% 2020, 2021 ആയപ്പോൾ 6.22. പിന്നെ അടുത്ത 6 മാസം മാത്രം നോക്കുകയാണെങ്കിൽ 5.4 എന്നിങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ വളരെ അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ബിക്കാജി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പിന്നെ ഒരു 5 ലീഡ് മാനേജേഴ്സ് ഉണ്ട്. JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസ്, ആക്സിസ് ക്യാപിറ്റൽ, IIFL സെക്യൂരിറ്റീസ്, ഇൻറ്റൻസീവ് ഫിസ്ക്കൽ സർവീസസ്, പിന്നെ കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ. ഇനി നമുക്ക് ബിക്കാജിയുടെ ഇഷ്യൂ ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. നവംബർ 3 മുതൽ 7 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 285 രൂപ മുതൽ 300 രൂപ വരെയാണ്. ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. 2.93 crores ആണ് ടോട്ടൽ ഓഹരികൾ. ഇത്രയും ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. ടോട്ടൽ IPO സൈസ് വരുമ്പോൾ ഈ അപ്പർ പ്രൈസ് ബാൻഡ് വെച്ച് നോക്കുമ്പോൾ 881.22 crores ആണ് ഇതിൻ്റെ ടോട്ടൽ ഇഷ്യൂ സൈസായിട്ട് വരിക. ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ട മിനിമം ഓഹരി 50 ആണ്. 50ൻ്റെ ലോട്ടുകളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ ഇതിൻ്റെ 1 രൂപയാണ്. ആ 1 രൂപയുടെ ഓഹരിക്കാണ് 300 രൂപ വരെ ഇപ്പോൾ വിലയിട്ടിരിക്കുന്നത്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO തന്നെയാണിത്. ഇനി നമുക്കിതിൻ്റെ ഏകദേശ ഡേറ്റുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 11 ഓഹരി കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് നവംബർ 14 ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്നത് നവംബർ 15 ഇനി ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് നവംബർ 16 ഇനി ഈ ഓഹരി വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു ടോട്ടൽ ഓഫർ ഫോർ സെയിലായ കമ്പനി ആയതുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം അല്ലെങ്കിൽ ഒന്ന് പിന്മാറി നിൽക്കണം എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു FMCG കമ്പനിയാണ്. ഇത് ബച്ചനെ പോലെയുള്ള ഒരു ബ്രാൻഡ് അംബാസിഡർ, പിന്നെ ഇന്റർനാഷണലി തന്നെ ഇന്ത്യൻ സ്നാക്സും സ്വീറ്റ്സും സെല്ല് ചെയ്യുന്ന ഒരു ലീഡിംഗ് കമ്പനിയാണ്, ശ്രദ്ധിക്കപ്പെടുന്ന കമ്പനിയാണ്. പിന്നെ ഇവരുടെ ഫിനാൻഷ്യൽസ് എല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചപ്പോൾ വളരെ മികച്ചു നിൽക്കുന്നതായിട്ടുമാണ് കണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ലീഡിംഗ് FMCG എന്നുള്ള നിലയിൽ സ്വീറ്റ്സും സ്നാക്സും എല്ലാം വിൽക്കുന്ന കാര്യത്തിൽ ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പനി എന്നുള്ള നിലയിൽ നമുക്ക് ഇത് ഒഴിവാക്കേണ്ടതില്ല. നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണലിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.